മാറ്റണമെന്ന സൂചനകൾ PSG തന്നതാണ്. മാറില്ലെന്ന വാശിയിലുറച്ചാണ് ഫ്ലിക്ക് ഇരുന്നത്. ഒടുവിൽ ഇന്നലെ റാമോൺ സാഞ്ചസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിനൊടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ബാർസലോണ ആരാധകർ കീപ്പർ ഷെസ്നിക്കും തങ്ങളുടെ ഭാഗ്യത്തിനും നന്ദി പറഞ്ഞു കാണണം. 1-നെതിരെ 4 ഗോളുകൾക്ക് സമീപകാലത്തെ ഏറ്റവും വലിയ തോൽവികളിലൊന്ന് നേരിട്ടെങ്കിലും സ്കോർ ബോർഡ് 4-ൽ ഒതുക്കിയത് അവർ രണ്ടുപേരും കൂടിയാണ്. ആകെ 367 പാസുകൾ. മത്സരത്തിന്റെ 60% സമയവും പന്ത് സ്വന്തം വരുതിയിൽ. ഗോൾ മുഖത്തേക്ക് കുതിച്ചെത്തിയ എതിരാളികളെ ഓഫ്സൈഡ് ട്രാപ്പിൽ കുരുക്കിയത് 9 തവണ. കണക്കുകളിൽ കറ്റാലൻ സംഘം ബഹുദൂരം മുന്നിലാണെങ്കിലും 3 ഗോളിന്റെ വലിയ മാർജിനിൽ സെവിയൻ കൊടികൾ ഉയർന്നു പറന്നു. PSG-ക്കെതിരായ മത്സരത്തിൽ നിന്ന് 2 മാറ്റങ്ങളുമായാണ് ബാഴ്സ ഇന്നലെ കളിക്കാൻ ഇറങ്ങിയത്. വീണ്ടും പരിക്ക് പിടിപെട്ട യമാൽ പുറത്തിരുന്നപ്പോൾ ലെവൻഡോസ്കി ആദ്യ 11-ലേക്ക് മടങ്ങിയെത്തി. എറിക് ഗാർഷ്യയ്ക്ക് പകരം റൊണാൾഡോ അരോഹോയും 11-ൽ ഇറങ്ങി. മാച്ച് ക്ലോക്കിൽ 10 മിനിറ്റ് തികയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മത്സരം പതിയെ ചൂടുപിടിച്ചു വരുന്നു. ബോക്സിലേക്ക് ഓടിക്കേറി ഇസാക് റൊമേറോയെ പ്രതിരോധിക്കുന്നതിൽ അരാഹോക്ക് വിയച്ചു. പിന്നിൽ നിന്നും വലിച്ചു വീഴ്ത്തിയതിന് VAR പെനാൽറ്റി വിധിച്ചു. അത് വലയിലെത്തിച്ച് അലക്സി സാഞ്ചസ് സ്കോർ ബോർഡ് ചലിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് ബാഴ്സ ഡിഫൻസിനുമേൽ സെവിയയുടെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. ഇസാക്കും സോയും വർഗാസും കർമോണയുമെല്ലാം ബാഴ്സ ബോക്സിലെ സ്ഥിരം വിരുന്നുകാരായി. കൗണ്ടയും ജെറാർഡ് മാർട്ടിനും അരാഹോയും അറ്റാക്കുകൾ മുന്നിൽ കറങ്ങി വീണു. ഭാഗ്യത്തിന്റെ നേരിയ ആനുകൂല്യത്തിൽ പന്ത് പലപ്പോഴും പുറത്തേക്ക് വന്നപ്പോൾ മറ്റുള്ളവ ഷെസ്നി വലയിലെത്താതെ കാത്തു. തുടരെ സെവിയൻ താരങ്ങൾ ഗോൾമുഖത്തെത്തിയെങ്കിലും തന്റെ സ്ഥിരം ഹൈലൈൻ ടാറ്റിക്സിൽ നിന്നും യാതൊരു മാറ്റവും വരുത്താൻ ഫ്ലിക്ക് ഒരുക്കമല്ലായിരുന്നു. അതിലെ അപകടം പിന്നെയും പലതവണ കണ്ടെങ്കിലും മാറ്റങ്ങളൊന്നും കളത്തിലുണ്ടായില്ല. 37-ാം മിനിറ്റിൽ സ്വന്തം പകുതിയിൽ കുണ്ടയുടെ കാലുകളിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് തുടങ്ങിയ മുന്നേറ്റം. തന്റെ ഇടതുവിങ്ങിലൂടെ ഓടിക്കേറിയ വർഗാസിന് ലൂസിയൻ അഗോമ പന്ത് നീട്ടി നൽകുമ്പോൾ മധ്യവരക്കടുത്ത് നിന്നിരുന്ന കുബാർസി മരാഹോയും സർവ്വശക്തിയും എടുത്ത് തിരിഞ്ഞോടി. ബാഴ്സ ഒരുക്കിയ ഓഫ്സൈഡ് വാരിക്കുഴി സമർത്ഥമായി ചാടിക്കടന്ന വർഗാസ് ബോക്സിലേക്ക് ഗ്രൗണ്ടർ പാസ് നൽകുമ്പോൾ ഇസാക് റൊമേറോക്കൊപ്പം കുബാർസി ഓടിയെത്തിയിട്ട് പോലുമില്ല. ഫസ്റ്റ് ടൈം ടച്ചിലൂടെ പന്തിന്റെ വലക്കകത്തേക്ക് തിരിച്ചുവിട്ട താരം മത്സരം സെവിയയ്ക്ക് അനുകൂലമാക്കി. ഇടവേളക്ക് പിരിമുമ്പ് പെഡ്രിയുടെ പിൻ പോയിന്റ് ക്രോസിനെ വലയിലേക്ക് കണക്ട് ചെയ്ത് റാഷ്ഫോർഡ് മടങ്ങിവരവിന്റെ സൂചനകൾ നൽകി. എന്നാൽ രണ്ടാം പകുതിയുടെ ക്ലൈമാക്സിനുണ്ടായിരുന്നത് ഒരു കംബാക്കിന്റെ തിരക്കഥയല്ലായിരുന്നു. ലാൻഡ് മൈനുകൾ പോലെ ബാഴ്സ ഒരുക്കിയ ഓഫ്സൈഡ് ട്രാപ്പുകൾക്കിടയിൽ സെവിയ പൂപ്പറിക്കുന്ന ലാഘവത്തിൽ പന്ത് തട്ടി. കൃത്യമായ ഇടവേളകളിൽ ഹൈലൈനും കടന്ന് ബാർസ ഗോൾമുഖത്തേക്ക് പന്ത് വിരുന്നെത്തി. പകരക്കാരായി ബാൾഡയും ക്രിസ്ത്യൻസിനും എറിക് ഗാർഷ്യയുമെല്ലാം ഇറങ്ങിയിട്ടും അത് തുടർന്നു പോന്നു. മറുപുറത്ത് സമനില നേടാൻ പെനാൽറ്റിയുടെ രൂപത്തിൽ ബാർസയ്ക്ക് അവസരം ഒരുങ്ങിയെങ്കിലും ലെവൻഡോസ്കിയുടെ കാലുകൾക്ക് പിഴച്ചു. 86-ാം മിനിറ്റിൽ അക്കോർ അഡാംസ് നേടിയ സെവിയയുടെ 3-ാം ഗോൾ ബാർസയുടെ ഓഫ്സൈഡ് ട്രാപ്പ് വിഫലമാക്കിയെങ്കിലും 10 മിനിറ്റിന്റെ ഇടവേളയിൽ അത് 2 തവണ വീണ്ടും ഭേദിക്കപ്പെട്ടു. 90-ാം മിനിറ്റിൽ റഫറിയുടെ ഫുൾ ടൈം വിസിലിന് കാതോർത്തിരുന്ന ബാർസ ആരാധകരുടെ ചെവിയിലെത്തിയത് ഹോസെ കാർമോണയുടെ ഗോൾ വിസിലാണ്. അഗോമയിൽ നിന്നുമുള്ള തുറുപ്പാസിലേക്ക് അഗോർ ആഡംസ് നടത്തിയ ഡെമ്മി റണ്ണിൽ ബാർസ ഡിഫൻസ് കാലിടറി. വലതുവിങ്ങിലൂടെ ഓടിക്കേറിയ കർമോണ 3-ാം ടച്ചിൽ പന്ത് സെക്കൻഡ് പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി. ഏറെ സമയത്തെ ശ്രമത്തിനൊടുവിൽ അക്കോർ ആഡംസും സ്കോർ ഷീറ്റിൽ ഇടം പിടിച്ചു. 8 മിനിറ്റ് ഇഞ്ചുറി സമയത്തിന്റെ 6-ാം മിനിറ്റിൽ വീണ്ടും ഒരു തുറുപ്പാസ് ബാർസ ഡിഫൻസിന്റെ വേരറുത്തു. സെന്റർ ലൈനിൽ നിന്നും ചിദേര എജുഗയുടെ ഒപ്പം ഓടിക്കേറിയ കുബാർസിക്കും ഗാർഷ്യക്കും ആഡംസ് പന്ത് വലയിൽ അടിച്ചിടുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ. പിന്നാലെ മുഴങ്ങിയ ഫൈനൽ വിസിലിൽ ഗാലറിയിൽ നിന്ന് ആവേശത്തിന്റെ സെവിയൻ പതാകൾ ഉയർന്നു പറന്നു. 2024-ൽ ബാർസ പരിശീലകനായി ചുമതലയേറ്റ ഫ്ലിക്ക് കറ്റാലൻ സംഘത്തിൽ നടപ്പാക്കിയ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു ഹൈലൈൻ ഡിഫൻസ്. ഗോളടിക്കാൻ ഉറച്ചോടിക്കാറുന്ന എതിർ സ്ട്രൈക്കർമാരെ കറക്കി വീഴ്ത്തുന്നൊരു വാരിക്കുഴി. ഫുട്ബോൾ കരിയറിന്റെ 2 ധ്രുവങ്ങളിൽ നിന്നിരുന്ന കുബാർസിയും ഇൻഡിഗോ മാർട്ടിനസും ചേർന്ന് അത് ഭംഗിയായി നടപ്പിലാക്കി. അതിന്റെ മധുരം ലാലിഗ കിരീടത്തിന്റെ രൂപത്തിലും എൽ ക്ലാസിക്കോയിലെ വിജയങ്ങളുടെ രൂപത്തിലും അവർ നന്നായി ആസ്വദിച്ചു. വിരലിൽ എണ്ണാവുന്ന ടീമുകൾ അതിനെ മറികടക്കാനുള്ള മറുമരുന്നുകൾ കണ്ടെത്തിയെങ്കിലും വല്ലാതങ്ങ് വിലപ്പോയില്ലെന്നതാണ് സത്യം. എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. തുടർച്ചയായ 2-ാം മത്സരത്തിലും ബാഴ്സയ്ക്ക് പോയിന്റുകൾ നഷ്ടമാക്കിയത് അവരുടെ ഹൈലൈൻ ടാറ്റിക്സ് ആണ്. അതിനെ പൊളിച്ചെടുക്കാനുള്ള സൂത്രവാക്യങ്ങൾ ലൂയി എൻറിക്കെ ഒളിമ്പിക് ലൂസ് സ്റ്റേഡിയത്തിൽ എഴുതിയുണ്ടാക്കി. ആ മാതൃകയിൽ മത്യാസ് അൽമേഡയും ഇന്നലെ വെന്നിക്കൊടി പാറിച്ചു. എൽ ക്ലാസിക്കോക്ക് ഇനി ദിവസങ്ങളധികമില്ല. ചാമ്പ്യൻസ് ലീഗിൽ ചെൽസി അടക്കമുള്ളവരെ നേരിടാനുണ്ട്. ലീഗിലും സൂപ്പർ കപ്പിലുമായി അത്ലറ്റിക് ക്ലബും അത്ലറ്റിക്കോ മാഡ്രിഡും പോലുള്ള വമ്പന്മാർക്കെതിരെയും മത്സരങ്ങൾ വരാനിരിക്കുന്നു. പരസ്യമായ രഹസ്യമായ ഹൈലൈൻ ടാറ്റിക്സിൽ നിന്നും ഫ്ലിക്ക് മാറി ചിന്തിക്കുമോ? അതോ സ്ഥിരം ശൈലിയിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരുമോ? കണ്ടറിയാം.